ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്വാല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 3/4 കിലോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊന്ന് പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങയുടെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടിയാണ് 1.5 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് ഒരു 2 കപ്പ് ചെറിയുള്ളി ചതച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ 2 വലിയ സവാള ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. നല്ലതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഈ സമയത്ത് ഉപ്പ് ചേർക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നല്ലതുപോലെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണ്. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കേട്ടോ ഈ സമയം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തായിരുന്നേ. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചിക്കൻ മാതിരിയല്ല, ഈ കോഴിക്ക് കുറച്ചൊന്ന് വേവ് അധികമാണ്. അപ്പോൾ അതനുസരിച്ച് സമയം കൂടുതൽ വെക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് മിച്ചമുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ. രണ്ടാം പാലാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് കുറവാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം ചിക്കൻ വെന്ത് വരാനായിട്ട്. നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തണുക്കുമ്പോഴത്തേനും നല്ലതുപോലെ ഗ്രേവി നല്ല കൊഴുത്ത് വരും കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലില്ലേ, അത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവേ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതിയേ. വളരെ എളുപ്പത്തിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടുകൂടി നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്